നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണിയെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇന്ത്യ നാളെയുടെ നാഴികക്കല്ലായി തീരാവുന്ന വ്യാപാര കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ആഗോള സാമ്പത്തിക രംഗത്തെ കൂട്ടുകെട്ടുകളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ ഉതകുന്ന സുപ്രധാനമായ വ്യാപാര കരാർ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഒപ്പുവെച്ചതിന് പിന്നാലെ കാനഡയും ഇന്ത്യയുമായി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ വ്യാപാര കരാർ യാഥാർത്ഥ്യമായതിന് പിന്നാലെ ഇന്ത്യയിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ഉന്നതതല സന്ദർശനത്തിന്റെ ഭാഗമായി മാർച്ചിൽ കനേഡിയൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തും. ഇതിനിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇന്ന് ചൈനയിലേക്ക് പറക്കും. ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനം. 8 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നത്. 3 ദിവസത്തെ സന്ദർശനമാണ് സ്റ്റാമർ നടത്തുക. 2 മന്ത്രിമാരും ഡസൻ കണക്കിന് ഉദ്യോഗസ്ഥരുമായി ചൈനയിലെത്തുന്ന സ്റ്റാമർ വൻ വാണിജ്യ കരാറുകളാണ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് സൂചന. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 2024 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം UK ചൈന ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ സ്റ്റാമർ നടത്തിവരുന്നുണ്ട്. തെക്കേ ഏഷ്യയിലെ മറ്റൊരു വലിയ ശക്തിയായി ഇന്ത്യയുമായി UK ഇതിനകം തന്നെ ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കു നേരെ ട്രംപ് താരിഫ് ഭീഷണി ഉയർത്തുമ്പോഴാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പുതിയ വാണിജ്യ കരാറുകൾ ഏർപ്പെടുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളെ കൂടാതെ ട്രംപിന്റെ മറ്റൊരു കണ്ണിലെ കരടായ കാനഡ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള നീക്കത്തിലാണ്. മാർച്ച് ആദ്യവാരത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജസ്റ്റിൻ ട്രൂഡോയുടെ കാലഘട്ടത്തിലെ വർഷങ്ങളായുള്ള സംഘർഷഭരിതമായ ബന്ധങ്ങൾക്കു ശേഷം ഇപ്പോഴുള്ള ചുവടുമാറ്റം ശ്രദ്ധേയമാണ്. ഇതിനിടെ ചൈനയുമായുള്ള ബന്ധവും കാനഡ ശക്തിപ്പെടുത്തിയിരുന്നു. ചൈനയുമായും കാനഡ സ്വതന്ത്ര വ്യാപാര കരാറിനൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ കാനഡയ്ക്ക് 100% താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ വക ഭീഷണിയും. അത്തരമൊരു കരാറിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നത്. അതേസമയം ചില മേഖലകളിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന തീരുവ കുറച്ചതായും അദ്ദേഹം പറയുന്നുണ്ട്.